ആ ശബ്ദമൊന്ന് കേട്ടാൽ മതി. അത് ആരിലൂടെയോ ആയിക്കോട്ടെ. അത് കേട്ടാൽ കുഞ്ഞു കുട്ടികൾ പോലും തിരിച്ചറിഞ്ഞ് പറയും സഖാവെന്ന്. ഞാനാരാന്നറിയൂ? ഞാനാരാന്നറിയൂ? കണ്ടില്ലേ ഞാൻ പറഞ്ഞതെങ്ങനെ ഇരിക്കുന്നു? ഈ കേരളത്തിൽ മഹേഷ് കുഞ്ഞുമോൻ എന്ന മിമിക്രി കലാകാരൻ കഴിഞ്ഞ ദിവസം പൊതുവേദിയിൽ അവതരിപ്പിച്ച ഒരു പരിപാടിക്കിടെയാണ് ഈ ദൃശ്യം ചിത്രീകരിക്കപ്പെട്ടത്. പിണറായിയുടെയും മറ്റ് രാഷ്ട്രീയക്കാരുടെയും ശബ്ദം അനുകരിച്ച് ആ മേഖലയിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തി കൂടിയാണ്. ഈ അടുത്ത കാലത്ത് ഒരു വലിയ അപകടത്തിൽപ്പെട്ടതിന് ശേഷം മടങ്ങി വരുന്ന വേളയിലാണ് വലിയൊരു വേദിയിൽ ഇത്തരമൊരു പരിപാടി അവതരിപ്പിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ അടുത്ത് ഞാൻ ആരെന്ന് മനസ്സിലായോ എന്ന ചോദ്യം ഉന്നയിച്ചത്. ഒട്ടും അമാന്തിക്കാതെ അവൾ പറയുകയാണ് സഖാവ് എന്ന്. എന്താണ് മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടി ഒരു വ്യക്തിക്കെതിരെ പല തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും സാധാരണക്കാരായിട്ടുള്ള കുരുന്നുകളുടെ ഉള്ളിൽ വരെ ആ ശബ്ദം ചെന്ന് പതിച്ചിട്ടുണ്ട്, എത്തിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവായി മാറുകയാണ് ഈ ദൃശ്യം. മനഃപൂർവ്വം ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ആക്രമണം ഒരാളെ വളർത്തുകയാണ്, ഒരാളെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയാണ്, ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ആ ശബ്ദം സുപരിചിതമാവുകയാണ് എന്ന് ഈ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ പിണറായി വിരോധികൾക്കെല്ലാം വല്ലാത്ത അടിയായി മാറിയിരിക്കുന്ന ദൃശ്യമാണിത്. ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും അധിക്ഷേപമോ അല്ലെങ്കിൽ പരിഹാസമോ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പോ ഉണ്ടാക്കാനുള്ള പരിശ്രമം തുടങ്ങും. എന്തായാലും പിണറായി വിരുദ്ധരെല്ലാം കൂടി ഒരു സൈഡിൽ കൂടെ ഓരോ കഥകൾ കെട്ടിക്കൊണ്ടുവരുമ്പോൾ മറു സൈഡിൽ ജനം എങ്ങനെയാണ് ആ വ്യക്തിയെ തിരിച്ചറിയുന്നതെന്നും ശബ്ദം കൊണ്ട് പോലും കുരുന്നുകൾക്ക് വരെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരാൾ വളർന്നു കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് ഈ ദൃശ്യമെന്ന് പറയാതെ വയ്യ.